കേരളം നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇത്തവണത്തെ ചർച്ചകൾ വികസനത്തെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ്. പത്തനംതിട്ടയിൽ നടന്ന CPM യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുൻനിരയിൽ ഞാൻ ഉണ്ടാകും. കേൾക്കുമ്പോൾ വലിയ ആവേശമൊക്കെ തോന്നും. പക്ഷേ ഈ വാചകത്തിനിടയിൽ അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ മത്സരിക്കാൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഇത്രയും കാലം ഇരട്ടച്ചങ്കനെന്നും ക്യാപ്റ്റൻ എന്നും വിളിച്ച് ആഘോഷിച്ച ആ ബിംബം പടക്കളത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുകയാണ്. ധർമ്മടം എന്ന തന്റെ ചെങ്കോട്ടയിൽ ഷാഫി പറമ്പിലിനെ പോലുള്ളവർ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും ക്യാപ്റ്റന്റെ ആത്മവിശ്വാസം ചോർന്നു പോയോ? അതോ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ PV അൻവർ ഉണ്ടാക്കുന്ന വിള്ളലുകൾ അടയ്ക്കാൻ മരുമകന് വേണ്ടി മാമൻ കാവൽ നിൽക്കാൻ തീരുമാനിച്ചതാണോ? ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുടെ പ്രതിഷേധവും നേരിടാൻ കഴിയാതെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ തന്ത്രപരമായ പിന്മാറ്റത്തിന്റെ ഉള്ളുകളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച കോട്ടയാണ് ധർമ്മടം. പക്ഷേ ഇത്തവണ അവിടെ ഒരു വിള്ളൽ വീണിരിക്കുന്നു. UDF ഷാഫി പറമ്പിലിനെ അവിടെ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുമ്പോൾ തന്നെ CPM ക്യാമ്പുകളിൽ അസ്വസ്ഥത പുകയുകയാണ്. ഒരു മുഖ്യമന്ത്രി തന്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പരാജയ ഭീതി അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ്. കേരളം മുഴുവൻ ഓടാൻ വേണ്ടി മത്സരിക്കുന്നില്ല എന്നൊരു മാന്യമായ ഒഴിവ് കഴിവ് പടച്ചുണ്ടാക്കി ധർമ്മടത്ത് നിന്ന് മാറിയാൽ ഷാഫിയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകാം. പക്ഷെ ഇതിനെ ജനങ്ങൾ വിളിക്കുന്നത് തന്ത്രപരമായ ഒളിച്ചോട്ടം എന്നാണ്. അടുത്ത കാര്യം കുടുംബവാഴ്ചയാണ്. ബേപ്പൂരിൽ മരുമകൻ മുഹമ്മദ് റിയാസ് മത്സരിക്കുമ്പോൾ അവിടെ എതിരാളിയായി വരുന്നത് PV അൻവറാണ്. അൻവർ ഉയർത്തുന്ന വെല്ലുവിളി തടയാൻ റിയാസിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ തന്റെ സീറ്റ് ഉപേക്ഷിച്ചിട്ടാണെങ്കിലും മരുമകനെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി പണയം വെക്കുന്ന ഈ കാഴ്ച കേരളം കണ്ടുമടുത്തു. പാർട്ടിയിലെ പാവമണികൾ വെയിലത്ത് കിടന്ന പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അധികാരം മുഴുവൻ തന്റെ കുടുംബത്തിലേക്ക് ഒതുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ തിരിച്ചടി ജനങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെയുള്ളവർക്ക് ബുദ്ധിയില്ലെന്ന്. പെൻഷൻ കിട്ടാത്തതും സാധനങ്ങൾക്ക് തീ പിടിച്ച് വിലയാകുന്നതും ഖജനാവ് പൂട്ടിയതും ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണോ? ഇതൊക്കെ അവർ അനുഭവിച്ച ദുരിതങ്ങളാണ്. ഇപ്പോൾ സഹാക്കളെ വീടുകളിലേക്ക് പറഞ്ഞയച്ച ഈ ദുരിതങ്ങൾ തെറ്റിദ്ധാരണ ആണെന്ന് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് ജനങ്ങളെ പരിഹസിക്കലാണ്. ഖജനാവ് കാലിയാക്കി വരാനിരിക്കുന്ന ബജറ്റിലൂടെ പുതിയ പൂത്തിരികൾ കത്തിച്ചാൽ ജനം ഇനിയും വീഴുമെന്ന് കരുതുന്നത് അങ്ങയുടെ അതിമോഹമാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ അവസാന തടവുകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ധർമ്മടത്തു നിന്ന് മാറിയാലും ബേപ്പൂരിൽ ഒളിച്ചിരുന്നാലും ഭരണവിരുദ്ധ വികാരം ഒരു സുനാമി പോലെ ആനടിക്കും. ഇത്രയും കാലം PR ഏജൻസികൾ ഉണ്ടാക്കിയെടുത്ത ആ മാസ് ഇമേജ് ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ഫെബ്രുവരിയിലെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അറിയാം ആ പഴയ ഇരട്ടച്ചങ്കൻ എവിടെയാണെന്ന്. മുങ്ങാൻ പോകുന്ന കപ്പലിന്റെ നായകൻ ആദ്യം രക്ഷപ്പെടാൻ നോക്കുന്ന ഈ കാഴ്ച ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കേരളം മാറ്റത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് മുഖ്യമന്ത്രിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്? വർഷങ്ങളായി തന്റെ ചെങ്കോട്ട എന്ന് അഹങ്കരിച്ച ധർമ്മടത്ത് നിന്ന് അദ്ദേഹം എന്തിനാണ് പിൻവാങ്ങാൻ ആലോചിക്കുന്നത്? അവിടെ ഷാഫി പറമ്പിൽ എന്ന വെല്ലുവിളി ഉയരുമ്പോൾ ആ പഴയ ഇരട്ടച്ചങ്കൻ ഇമേജിന് എന്തുപറ്റി? അതോ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ PV അൻവർ ഉണ്ടാക്കുന്ന വിള്ളലുകൾ അടയ്ക്കാൻ മരുമകന് വേണ്ടി മാമൻ കാവൽ നിൽക്കുകയാണോ? ഇതൊന്നും പോരായിട്ടാണ് അടുത്ത തമാശ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകിയ ആ വലിയ പ്രഹരം വെറും തെറ്റിദ്ധാരണ കൊണ്ടാണത്രേ. മാസങ്ങളായി പെൻഷൻ കിട്ടാത്തതും സാധനങ്ങൾക്ക് തീ പിടിച്ച് വിലയാകുന്നതും ഖജനാവ് കാലിയായ ശമ്പളം പോലും കൊടുക്കാൻ ഗതിയില്ലാത്തതും ജനങ്ങളുടെ വെറും തോന്നലാണോ? ഈ തോന്നൽ മാറ്റാനാണല്ലോ ഇപ്പോൾ സഹാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. കോടികൾ ഒഴുക്കി PR ഏജൻസികൾ പടച്ചുണ്ടാക്കിയ ആ മാസ് നായകത്വത്തിന്റെ തിരശീല വീഴാൻ തുടങ്ങുകയാണ്. വികസനം പറയാനില്ലാത്തപ്പോൾ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഈ സർക്കാർ ഏത് അധമ രാഷ്ട്രീയവും പ്രയോഗിക്കും. വിശ്വാസികളെ തമ്മിലടിപ്പിച്ചും വർഗീയ കാർഡുകൾ ഇറക്കിയും ജനശ്രദ്ധ മാറ്റാനായിരിക്കും ഇനിയുള്ള ശ്രമം. കോടികൾ ഒഴുക്കി PR ഏജൻസികൾ വീണ്ടും നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ റെഡിയായി കഴിഞ്ഞു. പക്ഷേ പട്ടിണി കിടക്കുന്നവന്റെയും പെൻഷൻ കിട്ടാത്തവന്റെയും ശാപം ഈ നുണക്കഥകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. കുടുംബവാഴ്ച നിലനിർത്താൻ മരുമകന് വേണ്ടി സ്വന്തം മണ്ഡലം മാറുന്ന അങ്ങയുടെ രാഷ്ട്രീയ ഗതികേട് കേരളം കണ്ടുമടുത്തു. ഒരു പാർട്ടിയെ മുഴുവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി പണയം വെക്കുന്ന ഈ കാഴ്ച സഖാക്കൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് നിൽക്കുന്നത്.
കേരളത്തെ ഒരു വലിയ കടക്കെണിയിലാക്കി മാറ്റിയിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും 1000 കോടിയുടെ പദ്ധതികൾ എന്ന് പ്രഖ്യാപിക്കുന്നത് ആരെ പറ്റിക്കാനാണ്? ഖജനാവിൽ ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തപ്പോഴാണ് പുതിയ പൂത്തിരികൾ കത്തിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ നടന്ന കമ്മീഷൻ അഴിമതികളും ബന്ധു നിയമനങ്ങളും കണ്ടുമടുത്ത ജനം ഇത്തവണ നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചാലും അത് വിശ്വസിക്കില്ല. നിങ്ങളുടെ ഈ വാഗ്ദാനങ്ങൾ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് എന്ന് ജനത്തിന് നന്നായി അറിയാം. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. പത്തനംതിട്ടയിൽ പിണറായി വിജയൻ നടത്തിയ ആ പ്രഖ്യാപനം ഒരു തന്ത്രമല്ല, അതൊരു കീഴടങ്ങലാണ്. പട നയിക്കാൻ ഞാനുണ്ടാകുമെന്ന് പറയുമ്പോഴും പടക്കളത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാതെ പറയുന്നത് എന്തിനാണ്? അങ്ങയുടെ ഈ ഭരണത്തിന്റെ ആകെ തുക എന്താണ്? കേരളത്തെ ഒരു കടക്കിണിയിലാക്കി ജനങ്ങളെ പിച്ചച്ചട്ടിയെടുപ്പിച്ചു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെറ്റിദ്ധാരണ മാറ്റാൻ ഇറങ്ങുന്നു. അങ്ങയുടെ ഈ ഭരണം കേരളത്തിന് നൽകിയത് എന്തായിരുന്നു? വികസനത്തിന്റെ തിളക്കമുള്ള പരസ്യങ്ങൾ പുറത്ത്, പക്ഷേ ഉള്ളിൽ ശമ്പളമില്ലാതെ വലയുന്ന സർക്കാർ ജീവനക്കാർ, പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന വയോധികർ, ഖജനാവിൽ എലി ഓടുമ്പോഴും സ്വിമ്മിംഗ് പൂളിനും വിദേശയാത്രയ്ക്കും ഒരു കുറവുമില്ലായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ വീട്ടിൽ പോയി തെറ്റിദ്ധാരണ മാറ്റണമെന്ന് പറയുന്നത് അവരെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? മാസങ്ങളായി അടുപ്പ് പുകയാത്ത വീട്ടിൽ ചെന്ന് വിപ്ലവം പ്രസംഗിക്കുന്ന സഹാക്കളെ ജനം ചൂലുമായിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ധർമ്മടത്ത് നിന്ന് മാറി ബേപ്പൂരിലേക്ക് കണ്ണുവെക്കുന്നത് മരുമകനെ രക്ഷിക്കാനാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ കേരളം പറയുന്നത് അത് സ്വന്തം തടി രക്ഷിക്കാനാണെന്നാണ്. ജനവിധി നേരിടാനുള്ള ആത്മവിശ്വാസമില്ലാത്ത ഒരു നായകന് എങ്ങനെയാണ് ഒരു ജനതയെ നയിക്കാൻ കഴിയുക? ഇരട്ടച്ചങ്കൻ എന്നത് വെറും PR വർക്ക് മാത്രമായിരുന്നു എന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സഹാക്കൾ ഓരോ വീടിന്റെയും പടിവാതിൽക്കൽ ചെന്ന് മുട്ടുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങയുടെ പക്കൽ ഉത്തരമുണ്ടോ? വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ അങ്ങ് എവിടെയായിരുന്നു? പെൻഷൻ കിട്ടാതെ വയോധികർ മരിക്കുമ്പോൾ അങ്ങയുടെ ഇരട്ടച്ചങ്കൻ എവിടെയായിരുന്നു? ഇതൊന്നും PR ഏജൻസികൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന കറകളല്ല. ജനങ്ങൾ അനുഭവിച്ച ദുരിതം ഇപ്പോൾ വേട്ടയായി തിരിച്ചുകുത്താൻ റെഡിയായി നിൽക്കുകയാണ്. ധർമ്മടം എന്ന കോട്ടയിൽ വിള്ളൽ വീണു എന്ന് അങ്ങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് വഴുതി മാറി ബേപ്പൂരിൽ പോയി മരുമകന് വേണ്ടി കുട പിടിക്കാൻ ഒരുങ്ങുന്ന ക്യാപ്റ്റൻ ഒരു കാര്യം ഓർക്കുക. കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ കുടുംബവാഴ്ചയും കമ്മീഷൻ ഭരണവും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. കടക്ക് പുറത്ത് എന്ന് അങ്ങ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ആ ധിക്കാരം ഇത്തവണ ബാലറ്റിലൂടെ ജനങ്ങൾ അങ്ങയോട് പറയും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.